PDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിൽ റേഞ്ച് ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഖ്യാതി കടൽ കടക്കുന്നു. 2016-ൽ ആദിവാസി മേഖലയിൽ ആരംഭിച്ച കമ്പനി നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായിരിക്കുകയാണ്. സർക്കാരിന്റെ നിയമപ്രകാരം ആദ്യം ആരംഭിച്ചതാണ് ഈ കമ്പനി. ആദിവാസി കർഷകരുടെ ജീവിത ഉന്നമനത്തിനായാണ് ഹിൽ റേഞ്ച് ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചത്. കർഷകർ ഓഹരി ഉടമകളായുള്ള കമ്പനി വിവിധ തരം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. 720 കർഷകർ ഓഹരി ഉടമകളായിട്ടുണ്ട്. കർഷകരുടെ വിഭവങ്ങൾ സമാഹരിച്ചും സംസ്കരിച്ചും ഗ്രേഡ് തിരിച്ചും വനശ്രീ എന്ന പേരിൽ വിപണനം നടത്തി വരുന്നു. പ്രകൃതി എന്ന പേരിലാണ് കർഷകരുടെ വിഭവങ്ങൾ സംഭരിക്കുന്നത്. ചൂൽ നിർമ്മാണം, കാപ്പിപ്പൊടി നിർമ്മാണം, ഭക്ഷ്യോൽപാദന സംസ്കരണ യൂണിറ്റ്, കാപ്പിപ്പൊടി യൂണിറ്റ് എന്നിവയെല്ലാം ഇതിനോടൊപ്പം വിജയകരമായി നടത്തി വരികയാണ്. 12 പേർക്ക് നേരിട്ടും 50ഓളം പേർക്ക് അല്ലാതെയും തൊഴിലും നൽകുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡിന്റെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും. 1200 സ്പൈസസ് ഗിഫ്റ്റുകളാണ് നബാർഡ് കമ്പനിയിൽ നിന്നും വാങ്ങുന്നത്. കമ്പനിയുടെ പ്രവർത്തന മികവാണ് ഓർഡർ ലഭിക്കാൻ കാരണം. പ്രത്യേകിച്ചും നമ്മുടെ ആദിവാസി മേഖലയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കമ്പനിയാണ് ഹിൽ റേഞ്ച് ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. അത് ഇന്നും ഇന്ത്യയിലെ എ ഗ്രേഡ് കമ്പനിയായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള പദ്ധതികളും പരിപാടികളും, പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ്, നബാർഡ് അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള SFAC മുതലായ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കമ്പനിയുടെ പ്രവർത്തന മികവിൻ്റെ അംഗീകാരമായിട്ട് കമ്പനി കാണുകയും അതുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 7 സുഗന്ധ വ്യഞ്ജനങ്ങൾ അടങ്ങുന്ന ഗിഫ്റ്റ് ബോക്സ് ആണ് ഇവിടെ തയ്യാറായി വരുന്നത്. പാക്കിങ്ങിന് വെട്ടി തയ്യാറാക്കുന്നത് മുതൽ പാക്ക് ചെയ്യുന്നത് വരെ പ്രദേശത്തെ തൊഴിലാളികളാണ് ചെയ്യുന്നത്. കമ്പനി ചെയർമാൻ സാബു KSന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ ബോർഡാണ് പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ കമ്പനികളിൽ നിലവാരം നിലനിർത്തി പോരുന്ന കമ്പനി ഇത് മാത്രമാണ്. കമ്പനിക്ക് ഇപ്പോൾ പുത്തൻ ഉണർവും പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ്. കമ്പനി വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.